ലോകം മുഴുവൻ നിരോധിച്ച കാപ്റ്റാഗൺ എന്ന ലഹരി പദാർത്ഥം ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കപ്പെട്ടു. കാപ്റ്റാഗണ് അതിൻ്റെ തൂക്കം 196.2 കിലോഗ്രാം ആയിരുന്നു. അത് ഡൽഹിയിൽ നിന്നാണ് പിടിച്ചെടുത്തത്. കാപ്റ്റാഗണ് എന്ന് പറയുന്നത് അത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും നിരോധിച്ച ഈ ലഹരി മരുന്ന് ഇത് ഫെനിത്താലൈൻ എന്ന നിരോധിക്കപ്പെട്ട ഒരു മരുന്നിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഫെനിത്താലൈൻ എന്ന് പറഞ്ഞാൽ അത് കെമിസ്ട്രി ഭാഷയിലെ C18H23 NS N5 ഓക്സിജൻ 2 ഇതാണ് ആ ഡ്രഗിൻ്റെ കെമിക്കലായിട്ടുള്ള പദാർത്ഥങ്ങൾ. ആഫിറ്റാമൈൻ എന്ന നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നിൽ ഇതിൽ നിന്നുണ്ടാക്കുന്നതാണ് ആഫിറ്റാമൈന്. അതുകൊണ്ട് ഇത് രഹസ്യമായിട്ട് ലോകത്ത് പലയിടത്തും കച്ചവടം ചെയ്ത് നടക്കുന്നുണ്ട്. ഡൽഹിയിലിപ്പം അവിടെ നെബ്സരായിൽ ഒരു സിറിയൻ നാഷണാലിറ്റിയുള്ള സിറിയൻ പൗരൻ അവിടെ വന്ന് വാടകയ്ക്ക് വീടെടുത്തു. അയാൾ മടങ്ങിപ്പോകേണ്ടതാണ്, പക്ഷേ ജഡ്ജി മടങ്ങിപ്പോയില്ല. അയാൾ താമസിക്കുന്ന വാടക വീട് ഒഴിയാതെ ഇരുന്നു. അയാൾ മുദ്ര ഷിപ്പ് നമുക്കറിയാം, അത് മുദ്ര തുറമുഖം ഗുജറാത്തിലാണ്. അവിടെ നിന്ന് കയറ്റി അയക്കാനായിട്ട് ഇയാൾ ഇന്ത്യയിൽ നിന്ന് ആടിൻ്റെ തോല് അത് ശേഖരിച്ച് ആടിൻ്റെ തോലിൽ നിന്നുള്ള രോമങ്ങളാണ് അയാൾ ശേഖരിച്ചത്. ആ രോമങ്ങൾ അയാൾ സിറിയയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ആട്ടിൻ രോമങ്ങൾ ഇയാൾ കളക്ട് ചെയ്ത് അവിടെ വീട്ടിൽ സൂക്ഷിച്ചു. ഇത് കാപ്റ്റാഗണ്ണാണ് എന്നുള്ള ഇൻഫോർമേഷൻ അമിത്ഷായ്ക്ക് ലഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ ഇന്ത്യയുടെ ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്ന ആ യൂണിറ്റുകളെ പെട്ടെന്ന് അവിടെ റെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റെയ്ഡ് ചെയ്ത് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചപ്പാത്തിയുടെ പരത്തുന്ന യന്ത്രത്തിൻ്റെ അടിയിൽ നിന്ന് 31.5 കിലോയോളം ചെറിയ ചെറിയ ഗുളികകളായിട്ട് ഉരുട്ടി വെച്ച ചില ഡ്രഗ്സുകൾ ലഭിച്ചു. ഇത് ആട്ടിൻ തോലിൽ നിന്ന് എടുക്കുന്ന രോമങ്ങൾ ഉരുട്ടി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിൽ വന്നിട്ട് ജനുവരി മടങ്ങിപ്പോകേണ്ട ആൾ ആട്ടിൻ രോമം മാത്രം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മുദ്ര തുറമുഖത്ത് ഇത് ബുക്ക് ചെയ്ത് ഷിപ്പ് വഴി കൊണ്ടുപോകാൻ. പക്ഷേ ആ ഇൻഫർമേഷൻ എങ്ങനെയോ ഇൻ്റലിജൻസിൽ ലഭിച്ചോ, അത് അമിത്ഷായുടെ ചെവിയിലെത്തി. അദ്ദേഹം ഡൽഹിയിലെ നെബ്സരായിൽ ഇമ്മീഡിയറ്റ് റെയ്ഡ് നടത്താൻ പറഞ്ഞു. അങ്ങനെ റെയ്ഡ് നടത്തിയപ്പോഴാണ് 196.2 കിലോഗ്രാം കാപ്റ്റാഗണ് എന്ന നിരോധിച്ച ലഹരി പിടിച്ചെടുക്കാൻ പാടിച്ചത്. ഇന്ത്യയിൽ മുഴുവൻ അത് സഞ്ചരിച്ചിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങളും എത്രയോ ആൾക്കാരും നശിച്ചു പോയേനെ. കാരണം ആഫിറ്റാമൈൻ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെർവസ് സിസ്റ്റത്തിന് ആദ്യം പ്രശ്നമാവും. കഴിച്ചാൽ അപ്പം തന്നെ ചില റിയാക്ഷൻസ് ഉണ്ടാവും. പിന്നെ 1-2 ആഴ്ചക്കുള്ളിൽ ആൾക്കാർ ഒരു അബ്നോർമൽ ബിഹേവിയറായിട്ട് സഞ്ചരിച്ച് നടക്കും, പ്രാന്തനെ പോലെയൊക്കെ നടക്കും. അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ആഫിറ്റാമൈനാണത്. അതുകൊണ്ട് ഓപ്പറേഷൻ റേഞ്ച് പില്ല് എന്ന ഒരു പേര് നടത്തിയിട്ടാണ് ഈ റെയ്ഡ് നടത്തിയത്. കാപ്റ്റാഗൺ 196 കിലോയാണ് പിടിച്ചെടുത്തത്. എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു ആ വിവരം. അത് അമിത്ഷാ ഇടപെട്ട് അപ്പോൾ തന്നെ റെയ്ഡ് നടത്തി. വിദേശ പൗരനാണെങ്കിലും അയാൾ ആ മുറി വാടകയ്ക്ക് എടുത്തിട്ട് അയാൾ മടങ്ങിപ്പോകാനുള്ള ആളാണെങ്കിലും അവിടം റെയ്ഡ് ചെയ്ത് അപ്പോഴാണ് ഇത്രയും ഭീകരമായ ആ ഡ്രഗ്സ് നമുക്ക് ലഭിച്ചത്. 1960 വികസിപ്പിച്ചെടുത്ത ഫെനാത്തലിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫെനാത്തലിനെ അതിനകത്തുനിന്ന് ഇതുപോലെയുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പല രാജ്യങ്ങളിൽ അത് വിൽക്കപ്പെടുന്നുണ്ട്.
പല രാജ്യങ്ങളിലും നമുക്കറിയാം ജൻസിയിലെ പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ നിരോധിച്ച 1980 നിരോധനം വന്നു കഴിഞ്ഞു. 60-ലാണ് ഇത് വികസിപ്പിച്ചെടുത്തെങ്കിലും 1980 മിക്ക രാജ്യങ്ങളും ഇത് നിരോധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടെന്നോ അല്ലെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പോലീസിൽ അറിയിക്കണം. കാരണം അങ്ങനെ കിട്ടിയ വിവരം കൊണ്ടാണ് ഇത്രയും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഏകദേശം 10-200 കിലോയോളം ക്യാപ്റ്റ ഗണ്ണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഇൻഫർമേഷൻ വളരെ വാല്യുബിളായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അത് ആട്ടിൻ്റെ രോമമാണെന്ന് പറഞ്ഞ് കടത്താൻ ശ്രമിച്ചതാണ്. അത്